രാവിലെ നീച്ച് നോക്കുമ്പോ തന്നെ നല്ലൊരു ക്ലൈമറ്റ്. പിന്നെ നമുക്ക് വർക്കുള്ളത് നമ്മളെ ചങ്ങരകുളത്താണ്. നമ്മളവിടുന്നാണ് ചങ്ങരകുളത്ത് ഇടക്കിടക്ക് ബസ്. ഇവളാണ് ഇന്നത്തിന്റെ ഹെൽപ്പർ. കുറച്ചേരം കാത്തുനിന്നപ്പത്തിനും ബസ് വന്നു. പോണ വഴിക്ക് നല്ല അടിപൊളി മഴവില്ലാണ്. നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് ഈ വർക്കിന് പോണത്. കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബ്രൈഡിന്റെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 100 കോൾ വന്നു. ഞാനെങ്ങാനും ഉറക്കത്തിൽ നിന്ന് എണിച്ചില്ലെങ്കിലോ അതുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മള് ബ്രൈഡിന്റെ വീട്ടിലെത്തിയേക്കാണ് വർക്ക് സ്റ്റാർട്ട്. ഈ വർക്ക് കിട്ടിയത് വേറെ ആൾ വഴിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ബ്രൈഡിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിന് ഡിസൈന് പോലും നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രൈഡിന് ഇട്ട് വരുമ്പോഴത്തേനും മറ്റാളവിടെ പണി തുടങ്ങിയിരിക്കും. ഇതാണ് അനിയത്തിമാര് മെഹന്തി ആർട്ടിസ്റ്റ് ആയുള്ള ഒരു ഗുണം. കുഴപ്പമില്ലാണ്ടൊക്കെ ഇടുന്നുണ്ട്. ബ്രൈഡും ബ്രൈഡിന്റെ ഫാമിലിയൊക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലുള്ളവരായിരുന്നു. ബ്രൈഡിന്റെ മെഹന്തിയിൽ നമ്മൾ ഗ്രൂമിന്റെ പേര് ഒളിപ്പിച്ചു. അങ്ങനെയാണ് എല്ലാവരോടും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ച അവരാരും കാണൂലെന്ന്, പക്ഷെ എല്ലാരും വേഗം തന്നെ കണ്ടു. നിങ്ങൾ കണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഈ നോക്കുന്ന ആളാണ് എനിക്ക് വർക്ക്. ഞാനൊരു സത്യം പറയാം, ആക്ച്വലി ഇവരെല്ലാരും അഭിനയിക്കുക. ഇവരെല്ലാരും മുന്നേ കണ്ടിട്ടുണ്ട്. ഇതാണ് കൈന്റെ അടിഭാഗത്തെ ഫൈനൽ ലുക്ക്. ഇവളാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വർക്കിനുകൊണ്ടാണ്. പക്ഷെ കുട്ടി അതിഗംഭീരമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിസൈനൊന്നും മുൻകൂട്ടിയിട്ട് നോക്കിയില്ലെങ്കിലും വർക്കൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. ബ്രൈഡ് കൂടാണ്ട് വേറെ 4 ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. കയ്യിൽ മാത്രമല്ല കാലിലും ഉണ്ടായിരുന്നു. അങ്ങനെ അതും കംപ്ലീറ്റ് ആയി. ഈ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെറും 6 മണിക്കൂറാണ്. അങ്ങനെ അവരും ഹാപ്പി, ഞാനും ഹാപ്പി. നിങ്ങൾ ഹാപ്പി ആയോ? വർക്കും കഴിഞ്ഞ് ബസ് കയറി നേരെ വീട്ടിൽ പോകും. അപ്പൊ ഓക്കെ ബൈ.